എല്ലാവർക്കും ബയോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷുമ്നയുടെ സ്ട്രക്ചർ, പൊസിഷൻ ആൻഡ് ഫങ്ഷൻസ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുവല്ലോ. നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളിലും ദേഷ്യം വരാറുണ്ട് അല്ലേ? നമ്മൾ ആ ദേഷ്യം പ്രകടിപ്പിക്കാറുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ദേഷ്യം മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നത്? നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അതുപോലെ നിങ്ങൾ വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു നായയെ കണ്ടെന്നിരിക്കട്ടെ, എന്ത് സംഭവിക്കും? നല്ല ധൈര്യശാലിയാണെങ്കിൽ ചിലപ്പോൾ അവിടെ നിൽക്കും. ഇനി നായ നിങ്ങളെ ഓടിക്കുകയാണെങ്കിലോ അതുവരെ ഓടാത്ത സ്പീഡിൽ നിങ്ങൾ ഓടും അല്ലേ? ഇത്തരത്തിലുള്ള അടിയന്തര സാഹചര്യത്തിൽ ശരീരത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? നമുക്കൊന്ന് നോക്കാം. ഓരോരുത്തർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ ഓർത്തോർത്ത് നോക്കണം. അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റ്സ്, ഹൃദയമിടിപ്പ് കൂടാറുണ്ട് അല്ലേ? ആ സമയത്ത് നമ്മുടെ നെഞ്ചിൽ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ സ്ഥാനത്ത് കൈവച്ച് നോക്കിയാൽ പടപടാന്ന് പിടിക്കുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റും. ദെൻ ശ്വാസോച്ഛ്വാസം, ബ്രീത്തിങ് കൂടാറുണ്ട്. നമ്മുടെ ശ്വാസോച്ഛ്വാസ നിരക്ക് കൂടുതൽ ആവാറുണ്ട്. അതുപോലെ ശരീരം വിറയ്ക്കാറുണ്ട്. വായിൽ ഉമിനീർ വറ്റാറുണ്ട്. ഒരു നല്ല പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ടാൽ തന്നെ നമ്മുടെ വായിലുള്ള ഉമിനീരൊക്കെ വറ്റി നമുക്ക് ഭയങ്കരമായ വേറൊരു അവസ്ഥയിലേക്ക് എത്താറുണ്ട് അല്ലേ? ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് ഇത് അതുപോലെ തന്നെ നിലനിൽക്കാറുണ്ടോ? ഇല്ല. കുറച്ച് കഴിഞ്ഞാൽ എന്താവാറുണ്ട്? ബാക്ക് ടു നോർമൽ അല്ലെങ്കിൽ നമ്മൾ സാധാരണ നിലയിലേക്ക് തന്നെ വരാറുണ്ട്. ഇതിന് നമ്മളെ സഹായിക്കുന്നത് എന്താണ്? ആ ഭാഗത്തെക്കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നാഡീവ്യവസ്ഥ, അതിലടങ്ങിയിരിക്കുന്ന ഭാഗങ്ങളെക്കുറിച്ച് ഈ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നാഡീവ്യവസ്ഥ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്ന ഓർഗൻസ് എന്ന് പറയുന്നത് ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവ്സ്, റിസപ്റ്റേഴ്സ് എന്നിവയാണ്. മസ്തിഷ്കം, സുഷുമ്ന, നാഡികൾ, ഗ്രാഹികൾ എന്നിവയാകുന്നു. നെർവസ് സിസ്റ്റത്തെ നമ്മൾ രണ്ടായി തരംതിരിച്ചിരുന്നു: സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും. ഇതിൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തെ വീണ്ടും നമുക്ക് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്നും സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്നും രണ്ടായി തരംതിരിക്കാം. ഇതിൽ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതാണ് സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും. നമ്മൾ നേരത്തെ പറഞ്ഞ അടിയന്തര സാഹചര്യത്തിൽ അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷനിൽ നേരിടാൻ വേണ്ടി നമ്മുടെ ശരീരത്തെ സജ്ജമാക്കുന്നത് ഈ ഒരു സിമ്പതറ്റിക് സിസ്റ്റം ആണ്. എന്നാൽ ആ ഒരു എമർജൻസി സിറ്റുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ബാക്ക് ടു നോർമൽ ആവാൻ സഹായിക്കുന്നത് പാരാസിമ്പതറ്റിക് സിസ്റ്റവും ആണ്. അപ്പോൾ നമുക്ക് നേരിടേണ്ടി വരുന്ന ഒരു അടിയന്തര സാഹചര്യം അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷനെ നമ്മളെ പ്രാപ്തമാക്കുന്നത് സിമ്പതറ്റിക് സിസ്റ്റവും, അത് കഴിഞ്ഞാൽ നോർമൽ അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരത്തെ മാറ്റുന്നത് പാരാസിമ്പതറ്റിക് സിസ്റ്റവും ആണ്. സിമ്പതറ്റിക് സിസ്റ്റവും പാരാസിമ്പതറ്റിക് സിസ്റ്റവും ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ സ്വതന്ത്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ്. ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ അടിയന്തരമായ ഒരു സാഹചര്യം നമുക്ക് നേരിടേണ്ടി വന്നാൽ നമ്മുടെ ശരീരത്തെ അതിന് പ്രാപ്തമാക്കുന്നത് സിമ്പതറ്റിക് സിസ്റ്റമാണ്. ആ ഒരു സാഹചര്യം കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ആദ്യത്തെ ശരീരം പോലെ തന്നെയാക്കുന്നത്, അതായത് ബാക്ക് ടു നോർമൽ ആക്കുന്നത് പാരാസിമ്പതറ്റിക് സിസ്റ്റവും ആണ്. സിമ്പതറ്റിക് സിസ്റ്റം പ്രാവർത്തികമാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ പ്യൂപ്പിൾ ഇൻ ദ ഐ ഡൈലേറ്റ്സ്. നമ്മുടെ കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു. ഉമിനീർ ഉൽപാദനം കുറയുന്നു. പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഡിക്രീസസ്. ട്രാക്കിയ എക്സ്പാൻസ്. നമ്മുടെ ശ്വാസനാളം വികസിക്കുന്നു. ഹാർട്ട് ബീറ്റ് ഇൻക്രീസസ്. നമ്മുടെ ഹൃദയമിടിപ്പ് കൂടുന്നു. ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് സ്ലോ ഡൗൺ. നമ്മുടെ ആമാശയത്തിലെ ഡയജഷൻ പ്രവർത്തനങ്ങളൊക്കെ മന്ദീഭവിക്കുന്നു. ദെൻ ഗ്ലൈക്കോജൻ ഇസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ്. നമ്മൾ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അധികമുള്ള ഗ്ലൂക്കോസിനെ നമ്മൾ ഗ്ലൈക്കോജനാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യും? നമുക്ക് കൂടുതൽ എനർജി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ലിവർ എന്ത് ചെയ്യും? ഗ്ലൈക്കോജനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ദെൻ പെരിസ്റ്റാൾസിസ് ഇൻ ദ ഇൻറ്റസ്റ്റൈൻ സ്ലോസ് ഡൗൺ. നമ്മുടെ വൻകുടലിലെ പെരിസ്റ്റാൾസിസ് എന്ന മൂവ്മെന്റ്, നമ്മുടെ കുടലിലെ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് എന്താക്കും? മന്ദീഭവിപ്പിക്കും. അത് കുറയ്ക്കും അതിന്റെ മൂവ്മെന്റ്.
പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ ഇൻക്രീസസ്, നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ അളവ് വർദ്ധിപ്പിക്കും. യൂറിനറി ബ്ലാഡർ റിഗെയിൻസ് നോർമൽ സ്റ്റേറ്റ്, മൂത്രാശയം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. അതായത് മൂത്രാശയം ആദ്യം നോർമൽ അവസ്ഥയിൽ കുറച്ച് കോൺട്രാക്റ്റ് ആയിട്ട് ചുരുങ്ങിയാണ് ഇരിക്കുന്നത്. എന്നാൽ ഈ ഒരു അടിയന്തര സാഹചര്യത്തിൽ മൂത്രാശയം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. ദെൻ പാരാസിമ്പതറ്റിക് സിസ്റ്റം, ഇതൊക്കെ ഓരോ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. ഇനി ഈ ഒരു അടിയന്തര സാഹചര്യം, എമർജൻസി സിറ്റുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ദ പ്യൂപ്പിൾ ഇൻ ദി ഐ കോൺട്രാക്ട്, കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങുന്നു. ഉമിനീർ ഉൽപാദനം കൂടുന്നു. പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഇൻക്രീസസ്. ട്രാക്കിയ കോൺട്രാക്ട്, ശ്വാസനാളം സങ്കോചിക്കുന്നു. ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാകുന്നു. ഹാർട്ട് ബീറ്റ് ബിക്കംസ് നോർമൽ. ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് ബിക്കം നോർമൽ. ആമാശയ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാകുന്നു. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. ഗ്ലൂക്കോസ് ഇസ് കൺവേർട്ടഡ് ടു ഗ്ലൈക്കോജൻ. പെരിസ്റ്റാൾസിസ് ഇൻ ദ ഇൻഡസ്റ്റൈൻ ബിക്കംസ് നോർമൽ. കുടലിലെ പെരിസ്റ്റാൾസിസ് സാധാരണ നിലയിലാകുന്നു. പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ ഡിക്രീസസ്, ഹോർമോൺ ഉൽപാദനം കുറയുന്നു. യൂറിനറി ബ്ലാഡർ കോൺട്രാക്ട്. ഇത്രയാണ് പാരാസിമ്പതറ്റിക് സിസ്റ്റവും സിമ്പതറ്റിക് സിസ്റ്റത്തിലും സംഭവിക്കുന്ന മാറ്റങ്ങൾ. ആക്ഷൻ ഓഫ് സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് സിസ്റ്റം. ഓർഗൻ കൊടുത്തിട്ടുണ്ട്. ആക്ഷൻ ഓഫ് സിമ്പതറ്റിക് സിസ്റ്റത്തിന് ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ആക്ഷൻ ഓഫ് പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിനും ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ കോളത്തിലും പ്യൂപ്പിളിന് എന്താണ് സംഭവിക്കുന്നതെന്ന് എഴുതാം. സലൈവറി ഗ്ലാൻഡിന് എന്ത് സംഭവിക്കുന്നു എന്ന് എഴുതാം. ട്രാക്കിയ, ഇതുപോലെ ഓരോ ഓർഗനിലും എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് ഈ ഒരു ടേബിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അടുത്തതായി നെർവസ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഡിസോർഡേഴ്സ്. നെർവസ് സിസ്റ്റത്തെ അല്ലെങ്കിൽ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങൾ. ഒരുപാട് തരത്തിലുള്ള രോഗങ്ങളെ കുറിച്ച് നമുക്ക് അറിയാം അല്ലെ. നമ്മുടെ ചുറ്റിനും പൂച്ചയോ നായയോ ഏതെങ്കിലും ആനിമൽസ് നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കണം എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു റാബീസ് വൈറസിനെ പേടിച്ചിട്ടാണ്. അതായത് റാബീസ് വൈറസ് അത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. വളരെ മാരകമായ ഒരു അസുഖം തന്നെയാണത്. മരണത്തിന് വരെ കാരണമാകുന്ന അസുഖമാണ്. അപ്പം ഈ ഒരു നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത് വളരെ മാരകമേറിയതാണ് അല്ലെങ്കിൽ ഗൗരവമേറിയതാണ് എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ആനിമൽസ് ഒക്കെ കടിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറയുന്നത്. റാബീസ് അല്ലെങ്കിൽ പേ വിഷബാധ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്ന ഒരു വൈറൽ ഡിസീസാണ്, വൈറസ് ആണ് റാബീസ് എന്നത്. ദെൻ ഒരു ബാക്ടീരിയൽ ഡിസീസ് കൂടെ പറയാം. മെനിഞ്ചൈറ്റിസ്, നമ്മുടെ മസ്തിഷ്കത്തെ ബാധിക്കുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ഇതും മരണത്തിലേക്ക് വരെ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക ഡിസോർഡേഴ്സ്, വൈകല്യങ്ങൾ നമുക്ക് സംഭവിക്കാവുന്ന ഒരു രോഗമാണ് എന്ത് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളോ ഒക്കെ എന്തെങ്കിലും കാര്യങ്ങൾ മറന്നു പോയാൽ നമ്മൾ സാധാരണയായി ചോദിക്കാറുണ്ട്, നിനക്ക് അൽഷിമേഴ്സ് ബാധിച്ചിട്ടുണ്ടോ എന്ന് അല്ലെ. തമാശയായി നമ്മൾ ചോദിക്കുകയാണെങ്കിലും ആ ചോദ്യത്തിൽ തന്നെ ആ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കിടപ്പുണ്ട്. നമ്മൾക്ക് എല്ലാം മറന്നു പോകും, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മറന്നു പോവുക. എന്തുകൊണ്ടാണ് ഈ ഒരു അൽഷിമേഴ്സ് സംഭവിക്കുന്നത്? അത് പ്രായം കൂടുന്നതിനനുസരിച്ചാണ്. സാധാരണ പ്രായമായവരിലാണ് ഈ ഒരു അൽഷിമേഴ്സ് കണ്ടുവരുന്നത്. എന്നാൽ ഇപ്പോൾ വളരെ പ്രായം കുറഞ്ഞവരിലും ഈ ഒരു അസുഖം കണ്ടുവരുന്നുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. എന്താണ് ഈ ഒരു അൽഷിമേഴ്സ് രോഗത്തിൽ സംഭവിക്കുന്നത്? നമ്മുടെ മസ്തിഷ്കത്തിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? ധാരാളം ന്യൂറോൺസ് കാണപ്പെടുന്നുണ്ട്. ഈ ഒരു ന്യൂറോൺസിൽ ഒരു പ്രത്യേക തരത്തിലുള്ള അലയമായ പ്രോട്ടീൻ അടിഞ്ഞുകൂടി ഈ ഒരു ന്യൂറോണിനെ നശിപ്പിക്കുക എന്നതിലൂടെയാണ് അൽഷിമേഴ്സ് സംഭവിക്കുന്നത്. ഇത് പെട്ടെന്ന് ഒരു ദിവസം എല്ലാ കാര്യങ്ങളും മറന്നു പോവുകയല്ല ചെയ്യുന്നത്. കാലക്രമേണ പൂർണ്ണമായും ഓർമ്മകൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രോട്ടീൻ അടിഞ്ഞുകൂടി അത് ഇങ്ങനെ കൂടുതലായി ഓരോ ന്യൂറോണുകളെയും നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആദ്യത്തേതുപോലെ അല്ലെങ്കിൽ ബാക്ക് ടു നോർമൽ ആക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. എന്നാൽ രോഗത്തിന്റെ തീവ്രത കുറയ്ക്കാനാവും, അത് പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നതിന്റെ സ്പീഡ് കുറയ്ക്കാനാവും എന്നൊക്കെയാണ് പറയുന്നത്. ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അൽഷിമേഴ്സ് എന്ന രോഗിയുടെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അല്ലെ. നിങ്ങൾക്ക് എല്ലാവരും പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടാവും. കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുക, കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരിക, ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാതെ വരിക. അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന ബ്രഷ് ചെയ്യുക, കുളിക്കുക, ബാത്റൂമിൽ പോവുക, ഇത്തരം കാര്യങ്ങൾക്ക് പോലെ ഒരു ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അതെപ്പോ ചെയ്യണമെന്ന് ഓർമ്മയില്ലാത്ത ഒരു അവസ്ഥ. നമ്മുടെ അടുത്ത കൂട്ടുകാരെയും ബന്ധുക്കളെയും ഒന്നും മറന്നു പോവുക. ചിലപ്പം അവർ കുട്ടിക്കാലത്തേക്കൊക്കെ തിരിച്ചു പോവാൻ ചാൻസ് ഉണ്ട്.
accumulation of an insoluble protein in the neural tissues of the brain, neuron get destroyed. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു, ന്യൂറോണുകൾ നശിക്കുന്നു. ഇതാണ് അൽഷിമേഴ്സ് രോഗത്തിന്റെ കാരണം. ഇതിന്റെ സിംറ്റംസ് എന്നൊക്കെ പറയുന്നത് ലോസ് ഓഫ് മെമ്മറി, ഇനബിലിറ്റി ടു റിക്കഗ്നൈസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, ഇനബിലിറ്റി ടു ഡു റൂട്ടീൻ വർക്ക്സ്. അടുത്തതായി പാർക്കിൻസൺസ്. എന്താണ് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തിന്റെ തുലന നില അല്ലെങ്കിൽ ബാലൻസ് നഷ്ടപ്പെട്ടു പോവുക, അതുപോലെ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ചല്ലാതെ തന്നെ നമ്മുടെ പേശികളൊക്കെ മൂവ് ചെയ്യുക, ഷിവറിങ് ഓഫ് ദ ബോഡി, അതായത് നമ്മുടെ ബോഡി വിറയ്ക്കുക, അതായത് പിന്നെന്താ നമ്മുടെ വായിൽ നിന്ന് ഉമിനീർ ഒഴുകുക, നമ്മുടെ കൺട്രോളിൽ അല്ലാതെ തന്നെ വായിൽ നിന്ന് ഉമിനീർ ഒഴുകുക. പാർക്കിൻസൺസ് എന്ന രോഗം ഡിസ്ട്രക്ഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസ് ഇൻ ദി ബ്രെയിൻ, പ്രൊഡക്ഷൻ ഓഫ് ഡോപ്പമൈൻ ആൻഡ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ദി ബ്രെയിൻ ഗെറ്റ്സ് റെഡ്യൂസ്ഡ്. Symptoms of Parkinson's disease: loss of body balance, irregular movement of muscles, shivering of the body, profuse salivation. നെക്സ്റ്റ് ഡിസീസ് അപസ്മാരം അല്ലെങ്കിൽ എപ്പിലെപ്സി. ഇത് സാധാരണയായി നമ്മുടെ ഇടയിൽ കുട്ടികൾക്കിടയിൽ സാധാരണ കണ്ടുവരുന്ന രോഗമാണ്. അതുകൊണ്ട് നിങ്ങളിൽ പലരും ഇതിന്റെ സിംറ്റംസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ഇൻ ദി ബ്രെയിൻ. തലച്ചോറിൽ നമ്മുടെ മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന ക്രമരഹിതമായ വൈദ്യുത പ്രവാഹത്തെയാണ് ഈ ഒരു എപ്പിലെപ്സിക്ക് കാരണമെന്ന് പറയുന്നത്. ഇതിന്റെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി, വായിൽ നിന്ന് നുരയും പതയും വരിക, പല്ല് കടിച്ചു പിടിക്കുക, തുടർന്ന് രോഗി അബോധാവസ്ഥയിൽ ആകുന്നു. ഇത്തരം രോഗികളെ നമ്മൾ കൂട്ടം കൂടി നിന്ന് അവർക്ക് വായു സഞ്ചാരമില്ലാത്ത സ്ഥലം പോലെ ആക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരും മാറി നിന്ന് കൊടുത്ത് അവർക്ക് നല്ല വായു സഞ്ചാരമുള്ള സ്ഥലമാക്കി കൊടുക്കണം. അതുപോലെ അൽഷിമേഴ്സ് രോഗികളെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർ കൊച്ചു കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തേക്കാം. എന്നാൽ അത് അവരുടെ ഓർമ്മയിൽ അല്ലാത്ത, അവരുടെ ബോധപൂർവം അല്ലാത്ത അവസ്ഥയിൽ ചെയ്യുന്നതാണെന്ന ബോധ്യം അവരെ പരിചരിക്കുന്നവർക്കും ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ നമ്മുടെ സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ് എന്ന ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം മുതലേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്യാം. അതായത് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റിമുലസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. സ്റ്റിമുലസിനെ സ്വീകരിക്കാനുള്ള റിസപ്റ്റേഴ്സ് സെൽസിനെ നമ്മൾ പഠിച്ചു. ന്യൂറോൺ എന്താണെന്ന് പഠിച്ചു. സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് പഠിച്ചു. ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് പഠിച്ചു. സിനാപ്സ് പഠിച്ചു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺ പഠിച്ചു. നെർവ്സ് ആൻഡ് ദെയർ പെക്യുലാരിറ്റീസ് പഠിച്ചു. ദെൻ നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തെ നമ്മൾ രണ്ടായി തരംതിരിച്ചു. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും പറഞ്ഞു. അതിൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ഉൾപ്പെട്ട സ്വതന്ത്ര നാഡീ വ്യവസ്ഥ അല്ലെങ്കിൽ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പാരാസിമ്പതറ്റിക് സിസ്റ്റത്തെയും സിമ്പതറ്റിക് സിസ്റ്റത്തെയും കുറിച്ച് പഠിച്ചു. ബ്രെയിൻ പഠിച്ചു. ബ്രെയിനിലെ ഭാഗങ്ങൾ പഠിച്ചു. സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദി ബ്രെയിൻ. ദെൻ ക്രോസ് സെക്ഷൻ ഓഫ് ദി സ്പൈനൽ കോഡ് പഠിച്ചു. സ്പൈനൽ കോഡ് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നെന്ന് പഠിച്ചു. അതിന്റെ ഫങ്ഷൻസ് പഠിച്ചു. ഫോർമേഷൻ ഓഫ് സ്പൈനൽ നെർവ്സ് പഠിച്ചു. പാത്വേ ഓഫ് ഇമ്പൾസസ് ഇൻ റിഫ്ലക്സ് ആക്ഷൻ പഠിച്ചു. ദെൻ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ സ്വതന്ത്ര നാഡീ വ്യവസ്ഥയെക്കുറിച്ച് പഠിച്ചു. ദെൻ നെർവസ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഡിസോർഡേഴ്സ്. സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് എന്ന ചാപ്റ്റർ ഒന്നുകൂടെ ആദ്യം മുതൽ വായിച്ച് എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്.